എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. Love the experience of watching with everyone else and எல்லாரும் சந்தோஷமா பார்த்து எல்லாருமே கை தட்டினது எனக்கு ரொம்ப சந்தோஷமா எடுக்காச்சாவும் സംഗതി മേലക്ക് കയറും. Experience with Mamuka? Oh, I was extremely scary and nervous, but then hopefully I've done justice to his எல்லாரும் பார்த்துட்டு எப்படி இருக்குன்னு சொல்லுங்க. How it is watch with the audience? Audience, I was actually expecting everybody to like laugh or like applaud. So that was happening. I just loved it watching with them. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. പടം ത്രില്ലറാണോ അതോ ഇത് ഫുൾ ട്വിസ്റ്റ് ആണ്. കണ്ടു നോക്കാൻ മനസ്സിലായി. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി മമ്മൂക്കയെ പോലെ തന്നെ ഗൗതം മാസ്റ്റർ മേനൻ്റെ ഒരു ഭയങ്കര ഫാനാണ് ഞാൻ. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. പുള്ളിയുടെ മൂവീസും അതിനെക്കാട്ടിലുപരി പുള്ളിയുടെ പാട്ടുകൾ ഒരു രക്ഷയില്ല. പുള്ളിയുടെ എല്ലാ പടത്തിലുള്ള സോങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ചൈൽഡ്ഹുഡിനെയൊക്കെ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സോങ്സ്. അപ്പോൾ പുള്ളിയുടെ ഫസ്റ്റ് ഡെബ്യൂ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾ വെയിറ്റിംഗ് ആയിരുന്നു. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. അത് എസ്പെഷ്യലി മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു അതിലൊരു കോണ്ടന്റ് കാണും എന്നുള്ളത്. പക്ഷേ ഒട്ടും ഹൈപ്പും പ്രൊമോഷനൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലായിരുന്നു. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. പക്ഷെ കണ്ടപ്പോൾ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിൽ ഒരു ലൈറ്റ് ഹാർട്ടഡ് ഒരു കോമഡി, ഒരു ഫീൽ ഗുഡ് ഫീലിൽ ഇങ്ങനെ പോയി. ഒത്തിരിയധികം നല്ല കോമഡീസ് ഉണ്ടായിരുന്നു. നല്ലോണം ചിരിച്ചു. ശരിക്കും പറഞ്ഞ തിയേറ്ററിലൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. പിന്നെ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്നൊരു ടേൺ എടുക്കുകയായിരുന്നു. ഒരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലേക്ക് മൂവി കയറി. ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ട്വിസ്റ്റ് ഗംഭീരം, അടിപൊളി. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. ഫസ്റ്റ് ഹാഫ് കോമഡി, സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ത്രില്ലർ. ഇത് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. പക്ഷേ ഈ CBI പോലെ സീരിയസ് ത്രില്ലറല്ല. കോമഡിയും പിന്നെ ആക്ഷൻ നമുക്ക് തന്നെ ചെയ്യും. മമ്മൂട്ടിക്ക് ആക്ഷൻ പറ്റില്ല പറ്റൊരു പാടുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. എല്ലാം കൂടെ നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോകും. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. ഡാൻസാണ് അതും എനിക്ക് പ്രശ്നമല്ല, എന്നാലും കുഴപ്പമില്ല ചെയ്തിട്ടുണ്ട്. ആദ്യം ഒന്ന് ഏറ്റി തോന്നി, പുള്ളിയെ പ്രായം കുറച്ച് തോന്നി. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. പക്ഷേ ആക്ഷൻ പുള്ളിക്ക് വെച്ച പണ്ടുകൊണ്ട് പറയണം, നന്നായി ചെയ്തിട്ടുണ്ട്. ഞാൻ ലാലേട്ടന് ഇതേപോലെ ട്രാക്ഷൻ വരട്ടെ. ഒരു 80s 90s ലാലേട്ടന് യൂത്തിൻ്റെ മത്സരമായിട്ട് ഇറങ്ങിയത്. ഇപ്പോഴത്തെ മത്സരം മമ്മൂക്കയാണ്. ഇതിൻ്റെ ബെസ്റ്റ് ടൈമാണ്. അത് കൊമേഴ്സ് പടമായാലും ഓഫ് ബീറ്റ് ആയാലും എല്ലാം നന്നായി ചെയ്യും. നമുക്ക് ഹാറ്റ്സ് ഓഫ് ദി മമ്മൂട്ടി. എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. ഞാൻ അതുപോലെ വിചാരിച്ചു മമ്മൂക്കയുടെ ഫൈറ്റും അതുപോലെ ഫൈറ്റൊക്കെ ഉണ്ട് ഇതിൽ. പക്ഷേ ഇത് ക്ലാസ് പക്ക ഇത് ഈ ഫിലിമിൻ്റെ പേര് പറഞ്ഞ പോലെ തന്നെയല്ലേ. ഇത് അടിപൊളിയായിട്ടുണ്ട് പടം. വേറെ മോശമൊന്നുമില്ല. ഇത് എന്താ പറയുക, നല്ല മൂഡ് പടം തന്നെ. നമ്മളെ ത്രില്ലർ, നല്ല വയലൻസ്, ചെറിയ വയലൻസ്, അങ്ങനത്തെ ത്രില്ലർ. പിന്നെ മമ്മൂക്കാർ കോമഡി ഇതിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, നല്ല ക്ലാസിക്. പക്ഷേ ഇത് എടുക്കാച്ചാവും സംഗതി മേലക്ക് കയറും. ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്ന തമിഴ് സംവിധായകൻ്റെ മലയാളത്തിലെ അരങ്ങേറ്റം. തീർച്ചയായിട്ടും മമ്മൂക്ക എന്ന മലയാളികളുടെ സ്വന്തം മമ്മൂട്ടി പകർന്നാടിയ ഒരു ചിത്രം. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ചിത്രത്തിൽ ഗോകുൽ സുരേഷും അതേപോലെ തന്നെ നായികയായിട്ട് ചെയ്ത കഥാപാത്രവും അമ്മവേഷം ചെയ്ത ആ കഥാപാത്രവും എല്ലാവരും വിനീത്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, സിദ്ദീഖ, എല്ലാവരും ചേർന്നപ്പോൾ ഒരു നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ഇതിൻ്റെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കഥ, അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതി. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ബലം പിടിച്ച് നമ്മൾ വളരെ ആകാംക്ഷയോട് കാണുന്ന ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു ഫാമിലിക്ക് കണക്റ്റ് ആവുന്ന രീതിയിൽ, ചിരിച്ച് കാണുന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ നല്ല കൈയടക്കത്തോടുകൂടി ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം തന്നെയാണ്. പറയേണ്ട, അദ്ദേഹം ഒരുപാട് മലയാളികൾക്ക് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ സമ്മാനിച്ച ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പെർഫോമൻസ് അദ്ദേഹം
ആയ ആ ഒരു ഡൊമിനിക്കായ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ആ ഒരു പെർഫോമൻസ് ഈ ഒരു ചിത്രത്തിന് വളരെ സഹായകരമാണ്. ഈ ഒരു കഥയ്ക്ക് ഗോകുൽ സുരേഷ് ഈ ഒരു ചിത്രത്തിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അത് അദ്ദേഹം നല്ല കൈയടക്കത്തോടുകൂടി ചെയ്തിട്ടുണ്ട്. ഓരോ ചിത്രവും കഴിയുന്തോറും അദ്ദേഹം മികച്ച രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം നല്ലൊരു നടനാണ്. അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങൾ ഇനിയും കിട്ടട്ടെ. തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു നമ്മളുടെ മലയാളികളുടെ കമ്മീഷണറുടെ മകൻ ആണ് അദ്ദേഹം. ഈ ഒരു ചിത്രത്തിലൂടെ വീണ്ടും അദ്ദേഹത്തിൻ്റെ മലയാളത്തിലേക്കുള്ള ആ ഒരു അവസരം ഇനിയും ലഭിക്കണമെന്നുള്ള രീതിയിൽ തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ലൊരു ഷൈൻ ടോം ചാക്കോ കുറച്ചും കൂടെ ഷൈൻ ടോം ചാക്കോ നല്ലൊരു കഥാപാത്രം. കുറച്ച് സമയമുള്ളെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ഒരു ചിത്രത്തിലുണ്ട്. നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് അദ്ദേഹത്തിന് കൊടുത്തത്. നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രേക്ഷക ഉദ്ദേശിച്ച അത്രയും ഷൈൻ ടോം ചാക്കോ വന്നായിട്ട് തോന്നുന്നില്ലല്ലോ പടത്തിനകത്ത്. ഓരോ സിനിമയിലും ഓരോ നടന്മാർക്കും കൊടുക്കുന്ന കഥാപാത്രം നമ്മൾ ഒരിക്കലും മുഴുനീളം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. അത് ആഗ്രഹമാണ്. പക്ഷേ ആ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാസ്റ്റിംഗ് നടത്തുമ്പോൾ ആ കഥാപാത്രം ആ നടൻ്റെ പെർഫോമൻസ് കുറച്ച് ഉള്ളെങ്കിൽ പോലും നമ്മളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അദ്ദേഹത്തിന് ഏതൊരു നടനായിക്കോട്ടെ നടിയായിക്കോട്ടെ ആ ഒരു സാന്നിധ്യം മതി അവരെ ഓർമ്മിപ്പിക്കാനും ഇനിയും അവസരങ്ങൾ അവർക്ക് ലഭിക്കാനും. തീർച്ചയായിട്ടും ഷൈൻ ടോം ചാക്കോ ഒരുപാട് മികച്ച അവസരങ്ങൾ മലയാളികൾക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ നൽകിയ ഒരു നടനാണ്. അദ്ദേഹം ഈ ഒരു ചിത്രത്തിലും ചെറിയ കഥാപാത്രമാണെങ്കിൽ പോലും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗംഭീര സിനിമയാണ്. അപ്പോൾ മമ്മൂക്ക ഗംഭീരമായിട്ട് നിർണ്ണാടിയിട്ടുണ്ട്. മമ്മൂക്കക്ക് ഇച്ഛയായി സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ബസ്സിന് മമ്മൂട്ടിയാണ് എക്സ്പോർട്ടാണ്. പിന്നെ ഗോകുൽ സുരേഷ് അവരാണ് കോമ്പിനേഷനാണ്. സുരേഷ് ഗോപിക്കാട് നല്ല ആക്ടിവേറ്റിംഗ് പോകുന്നു. ഫ്ലെക്സിബിലിറ്റി സുരേഷ് ഗോപിക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും ഈ കാലത്ത് വലിയ മൂവി യങ്സ്റ്റേഴ്സ് ഈ പടം ഇറ്റാൻ്റെ സാധ്യതയുണ്ട്. ഗൗതം മാസ്റ്റർ നല്ല ഡയറക്ടറാണ്. പുള്ളി ഒരുപാട് നാൾ മോഹൻലാലിനെ പോലെ നടന്ന സിനിമ ചെയ്യാൻ വേണ്ടി മമ്മൂട്ടിയാണ് ചാൻസ് കൊടുത്തത്. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും. എന്തായാലും ലാലേട്ടൻ ഇതുപോലെ മമ്മൂട്ടി പോലെ അപ്ഡേറ്റഡ് ആവട്ടെ. വളരെ അപ്ഡേറ്റഡ് ആണ് മമ്മൂക്ക. ഇപ്പോഴത്തെ ഓഡിയൻസിന് ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിൻ്റെ പലിശ അങ്ങനെ അറിയാം. ലാലേട്ടൻ അതുപോലെ ആവട്ടെ. ലാലേട്ടൻ ഫാമിലിയിൽ ആഗ്രഹിക്കുന്നു. ലാലേട്ടൻ ഫാനാണെങ്കിൽ പറയും പടം നല്ലതാണ്, എല്ലാം തിയേറ്ററിൽ കാണും. നല്ല എൻ്റർടൈൻമെൻറ്റ് എനിക്ക് തോന്നുന്നു. ഒരു ക്ലീഷ്യ മൂവിയാണ്. സാധാരണ ഉണ്ടായിരുന്ന മാസ് മസാലയല്ല, ഒരു ക്ലാസ് എൻ്റർടൈനറാണ്. യങ്സ്റ്റേഴ്സിന് സുഖം, ഫാമിലിക്ക് സുഖം. 100 കോടിയിലേക്ക് മമ്മൂട്ടി അവിടെ കയറട്ടെ. ഈ വർഷം മമ്മൂട്ടി ഏകാചിത്രം പുള്ളി പ്രസൻസ് ഉണ്ട്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് മമ്മൂട്ടിയുടെ ടൈമാണ്. ഇത് തുറന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടൻ അതുപോലെ വരട്ടെ. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ പറ്റും.